പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ റിജോയ്സ് മിനിസ്ട്രിയിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ യോഗം ഇന്ന് ഈ രാത്രിയിൽ ഇടിയുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ സന്യാങ്കല് തന്റെ കുടുംബം ഈ രാത്രിയിൽ ആരാധനയിൽ ലീഡ് ചെയ്ത കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ തന്റെ കുടുംബം വന്നു ചേർക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയംഗമായ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തുടർന്ന് നമ്മോട് സംസാരിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഞാൻ മുഖവരകൾ ഒട്ടും ദീർഘമാക്കാതെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നിങ്ങളോട് പറയുവാൻ നന്നായി പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവജന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാം. സ്ക്രീനിൽ ആ വാക്യങ്ങളുണ്ട്. എങ്കിലും നിങ്ങൾ വേദപുസ്തകം ഒന്ന് തുറന്ന് ആ വാക്യം എടുക്കുന്നത് നന്നായിരിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. സക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടുകൂടെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആയിരിക്കും. ഞാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ പറ്റി കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയൊരു പ്രസംഗത്തിൽ പ്രാരംഭത്തിൽ ഒരു ഭാഗം ഞാൻ വിശദീകരിച്ചിരുന്നു. ഞാൻ ഒന്നുകൂടെ അതൊന്ന് വിശദീകരിപ്പാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. പരിചയമില്ലാത്തവർക്ക് വേണ്ടി ലൂക്കോസിനെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ, ബർന്നബാസിന്റെ കൂടെ, തിമോഥെയോസിന്റെ കൂടെ കർത്താവിന്റെ വേലയിൽ അഹോരാത്രം അധ്വാനിച്ച, നന്നായിട്ട് അധ്വാനം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ് ലൂക്കോസ്. ലൂക്കോസ് ഒരു സുവിശേഷകനാകുമ്പോൾ തന്നെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, തനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, താൻ വൈദ്യനായിരുന്നു. വൈദ്യനാകുമ്പോൾ തന്നെ ലൂക്കോസ് ഒരു യഹൂദനല്ല, താൻ ഒരു യവനനാണ്, ഗ്രീക്കുകാരനായ മനുഷ്യനാണ്. അപ്പോൾ യവനനായ വൈദ്യനായ സുവിശേഷകനായ ലൂക്കോസിനെ കൊണ്ട് യേശുക്രിസ്തുവിന് ഒരു സുവിശേഷം എഴുതിക്കാൻ പ്രസാദം തോന്നി. അങ്ങനെ യേശുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധികരിച്ചുകൊണ്ടാണ് ലൂക്കോസ് എഴുതി തുടങ്ങുന്നതും എഴുതി അവസാനിപ്പിക്കുന്നത്. 1 മുതൽ 24 അധ്യായങ്ങൾ നിങ്ങൾ വളരെ സശ്രദ്ധം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിനകത്ത് മുഴുവനും യേശുവിന്റെ മനുഷ്യത്വം ഒന്നുകൂടെ വ്യക്തമാക്കി ഇങ്ങനെ പറയാം, മനുഷ്യപുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടിലാണ് ലൂക്കോസ് എഴുതി തുടങ്ങുന്നതും എഴുതി അവസാനിപ്പിക്കുന്നു. ഇനി പുസ്തകം ആർക്ക് എഴുതി എന്ന ചോദ്യത്തിന് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് മറുപടി നൽകുന്നു. ശ്രീമാനായ തെയോഫിലോസിന്. വളരെ ക്രമമായി, വളരെ സൂക്ഷ്മമായി സകലതും പരിശോധിച്ചിട്ട് ലൂക്കോസ് തന്റെ തൂലിക ചലിപ്പിച്ച് 1-ാം അധ്യായം എഴുതി വരുമ്പോൾ 2 ശ്രേഷ്ഠ ജനനങ്ങൾക്ക് 1-ാം അധ്യായം സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വരുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനം. 2, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നോടിയായി പറയുന്ന ആത്മീയ ദൂതുകളെ കൊണ്ട് 1-ാമത്തെ അധ്യായം സമ്പുഷ്ടമായ നിലയിൽ നിലനിൽക്കുകയാണ്. ഇനി 1-ാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ 5-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയാണ് ലൂക്കോസ് എഴുതി തുടങ്ങുന്നത്. യഹൂദിയ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സക്രിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചി ആകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധേയമാണ്. അവർ ഇരുവരും വയസ്സ്
ചെന്നവരും ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടാരത്തെ ആത്മനിറവിൽ ലൂക്കോസ് വിരച്ചുണ്ടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൂടാരം എന്ന് വിവക്ഷിക്കാൻ, അർത്ഥമാക്കാൻ കാരണം എന്താണ്? അതൊരു സാധാരണ കൂടാരമല്ല, ഒരു ശുശ്രൂഷകന്റെ കൂടാരമാണ്. ശുശ്രൂഷകന്റെ പേര് വെളിപ്പെടുത്തുന്നു സക്രിയാവ്, ശുശ്രൂഷകന്റെ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തുന്നു എലിസബേത്ത്. അവരെ കുറിച്ച് ദൈവജനം പറയുന്നത്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആ കൂടാരത്തിനകത്ത് നിറഞ്ഞു പൊങ്ങുന്ന സന്തോഷത്തിന്റെയും നിറഞ്ഞു പൊങ്ങി കവിഞ്ഞൊഴുകുന്ന സൗരഭ്യത്തിന്റെയും ഏറ്റവും കേന്ദ്രമായ ഘടകം ആ കൂടാരത്തിനകത്ത് ഐക്യത വെളിപ്പെട്ടിരുന്നു എന്നാണ്. ആശ്രയ ദൈവദാസനെ, സഹോദര, ഐക്യത എന്നൊരു വാക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ആശ്ര എന്താണ് ഈ പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾ എനിക്ക് നേരെ വിരൽ ചോദിച്ചാൽ, ഐക്യതയ്ക്ക് സമാനമായൊരു വേട്, ഒരു വാക്ക് അവിടെ പരിശുദ്ധാത്മാവ് എടുത്തിടുന്നുണ്ട്. ആ വാക്ക് നിങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആ വാക്ക് അവർ ഇരുവരും എന്നാണ്. അവർ ഇരുവരും എന്ന് പറഞ്ഞാൽ സക്രിയ മാത്രമല്ല ദൈവത്തെ സ്തോത്രം അനുസരിക്കുന്നത്, എലിസബത്തും ദൈവത്തെ അനുസരിച്ചിരുന്നു. സക്രിയ മാത്രമല്ല നീതി പ്രവർത്തിച്ചിരുന്നത്, എലിസബത്തും നീതി പ്രവർത്തിച്ചിരുന്നു. സക്രിയ മാത്രമല്ല കൽപ്പനകൾ ആചരിച്ചിരുന്നത്, എലിസബത്തും കൽപ്പനകൾ ആചരിച്ചിരുന്നു. സക്രിയ മാത്രമല്ല ന്യായത്തിൽ കുറ്റമില്ല നടന്നത്, എലിസബത്തും ന്യായത്തിൽ കുറ്റമില്ല നടക്കുക. അപ്പോൾ ആ കൂടാരത്തിനകത്ത് നിറഞ്ഞു പൊങ്ങുന്ന സന്തോഷത്തിന്റെയും നിറഞ്ഞു പൊങ്ങി കവിഞ്ഞൊഴുകുന്ന സൗരഭ്യത്തിന്റെയും ഏറ്റവും കേന്ദ്രമായ ഘടകം ആ കൂടാരത്തിനകത്ത് ഐക്യത വെളിപ്പെടുന്നു. ഇനി എല്ലാവരും എന്നെ നന്നായിട്ട് കേൾക്കണം. ഇന്ന് ദൈവസഭകൾ വർദ്ധിക്കുന്നുണ്ട്, ദൈവദാസന്മാരും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്, ദൈവിക കുടുംബങ്ങളും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ദൈവസഭയ്ക്കകത്ത് നിന്ന്, കുടുംബങ്ങൾക്കകത്ത് നിന്ന്, ദൈവദാസന്മാർക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കാതലായ, ഏറ്റവും കേന്ദ്രമായ ഒരു ഘടകമാണ് ഐക്യത എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ജാതീയ സംഘടനകൾ അവരുടെ ജാതിയാണ് വലുതെന്ന് പറഞ്ഞ് തെരുക്കോളിലും തെരുവീതിയിൽ നിന്ന് കൈയോട് കൈ ചേർത്ത് പിടിച്ച് ഒന്നിച്ചവരുടെ ജാതിപ്പേരുകൾ പറഞ്ഞ് ഐക്യതയോടെ അണിനിരക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ നിന്ന്, ദൈവിക കൂടാരങ്ങൾക്കകത്ത് നിന്ന്, ദൈവദാസന്മാർക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കാതലായ, ഏറ്റവും കേന്ദ്രമായ ഒരു ഘടകമാണ് ഐക്യത എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി വിശദമാക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആഴം നന്നായിട്ട് ഗ്രഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യേശുവിനെ പിടിച്ചു കെട്ടുവാൻ പടത്തലവന്മാരും പടമേധാവികളും ഒന്നിച്ച് ഗദസമന തോട്ടത്തിനകത്തേക്ക് ഇരച്ചു കയറി യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നാം പറയാറുണ്ട്, യൂദാ ചുംബനത്താൽ യേശുവിനെ കാണിച്ചു കൊടുത്തു. പത്രോസ് അതിനുശേഷം 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. രണ്ടും ശരിയാണ്. യൂദാ ചുംബനത്താൽ കാണിച്ചു കൊടുത്തു, പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശുവിനെ ഗദസമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയെന്നാണ്. അതിൽ ബർത്തലോമായി ഉണ്ട്, തോമസ് ഉണ്ട്, അതിനകത്ത് അന്ത്രയോസ് ഉണ്ട്, ഫിലിപ്പോസ് ഉണ്ട്, അതിനകത്ത് മത്തായി ഉണ്ട്. എല്ലാവരും യേശുവിനെ വിട്ട് ആ ഗദസമന തോട്ടത്തിനകത്ത് നിന്ന് ചെതറി ഓടിക്കളഞ്ഞു. ഇനി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി വന്നിരുന്നു. ആ കൂട്ടത്തിൽ യൂദയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ള എല്ലാവരും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി വന്നിരുന്നു എന്ന് പറയാൻ അർത്ഥം എന്താ? അർത്ഥം വിശദമാക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ചിത്രിപ്പിച്ച് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ചിത്രിപ്പിക്കുന്ന ആത്മാവ് വിളയാടുന്ന ഒരു സ്ഥലവുമല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒന്നിപ്പിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. പെന്തക്കോസ്തിന്റെ ശക്തി അകത്ത് കയറിയാൽ ചിതറിപ്പിക്കുന്ന ചിന്താഗതി അല്ല വെളിപ്പെട്ടു വരുന്നേ, ചിത്രിപ്പിക്കുന്ന മനോഭാവം അല്ല വെളിപ്പെട്ടു വരുന്നേ. പെന്തക്കോസ്തിന്റെ ശക്തി അകത്ത് കയറിയാൽ നാം ഒരുമിച്ച് പറയും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ദേശത്ത് ദൈവം വൻ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. നിങ്ങൾക്കറിയാമല്ലോ, 6 രഥങ്ങൾ ഒരേ സമയത്ത് ഓടിക്കാൻ കരുത്തുള്ള കോട്ടയാണ് എരിഹോ കോട്ട. 6 രഥങ്ങൾ നിരത്തി പിടിച്ച് ഒരേ സമയത്ത് ഒന്നിച്ചോടിക്കാൻ കരുത്തുള്ള എരിഹോ കോട്ട ഇടിഞ്ഞു വീണത് യോശുവയും കാലേബും
ആർപ്പിട്ടപ്പോഴാണോ? അല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, യോശുവയും കാലേബും ആർപ്പിട്ടാൽ അതിന് ഇഷ്ടിക പോലും ഇളകില്ല. പക്ഷെ ജനം മുഴുവൻ ആർപ്പിട്ടാൽ, ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചാൽ, ജനം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, 6 രഥങ്ങൾ ഒന്നിച്ചോടിക്കുന്ന നെരികോക്കോട്ട പിന്നെ അവിടെ കാണാൻ കഴിയാതെ അത് താഴേക്ക് അമർന്നു മാറുമെങ്കിൽ, നാം ഇന്ന് ഈ രാത്രിയിൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ, നാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, നമ്മുടെ കൂടാരങ്ങൾക്കകത്തിരുന്നായിരിക്കും ഈ പ്രസംഗം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നേ. പക്ഷെ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ ഗമനാഗമനങ്ങൾക്ക് തടസ്സമായി ശത്രു വെച്ച എല്ലാ മതിലുകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഇടിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ശത്രുവിന്റെ ബലം കൊണ്ട് പണിതത്, ശത്രുവിന്റെ ആസ്തി കൊണ്ടും പിടിപാട് കൊണ്ടും പണിതത്, ശത്രുവിന്റെ സകല തന്ത്രങ്ങൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും പണിതത് നാം ഇന്ന് രാത്രി വാക്കാൻ ഇടിക്കാൻ പോവാ. കേൾക്കുന്നുണ്ടോ? നാം വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, വായ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ, അവർ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ കാരാഗൃഹത്തിനകത്തേക്ക് ഒരു ഭൂകമ്പം ഇറങ്ങി വന്നതുപോലെ, വാതിലൊക്കെയും തുറന്നു വന്നതുപോലെ, നാം ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മുടെ ഗമനാഗമനങ്ങൾക്ക്, നമ്മുടെ തലമുറയുടെ ഗമനാഗമനങ്ങൾക്ക്, നമ്മുടെ മുൻപോട്ടുള്ള വാഗ്ദത്ത നിവർത്തികൾക്ക് ശത്രു കെട്ടിപ്പൊക്കിയ എല്ലാ തടസ്സ മതിലുകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഇടിയുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച്, ആ കൂടാരത്തിനകത്ത് ഐക്യതയുണ്ടായിരുന്നു. ഏത് കൂടാരത്തിൽ? സക്കറിയാവിന്റെയും എലിസബത്തിന്റെയും കൂടാരത്തിനകത്ത്. പക്ഷെ ആ കൂടാരത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ശ്രദ്ധിച്ചൊന്ന് വീക്ഷിക്കണം. ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ ആ കൂടാരത്തിൽ ഒരു എല്ലാ തരത്തിലും ഐക്യതയുണ്ടെങ്കിലും ഒരു ശൂന്യത ആ കൂടാരത്തിനകത്ത് തളം കെട്ടി. എന്താ ശൂന്യതയ്ക്ക് പിന്നുള്ള കാര്യം? എന്താ ശൂന്യതയ്ക്ക് പിന്നുള്ള കാര്യം? ആ കൂടാരത്തിനകത്ത് ഒരു തലമുറയില്ല, അടുത്തൊരു തലമുറയില്ല. ഇനി എല്ലാവരും കേട്ടോണം. ആ കാലഘട്ടത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ കൂടാരത്തിനകത്ത് തലമുറയില്ലാതെ വന്നാൽ എല്ലാവരും പറയും ആ കൂടാരം ശപിക്കപ്പെട്ട കൂടാരമാണ്, മറുപടിയില്ലാത്ത കൂടാരമാണ്, അവകാശിയില്ലാത്ത കൂടാരമാണ്. നിങ്ങൾ കേൾക്കുന്നു? ഇന്ന് ഈ കാര്യം സംഭവിച്ചത് ഒരു വിശ്വാസിക്കല്ല, മറിച്ചൊരു ശുശ്രൂഷകനാണ്. അല്ലേ? സക്കറിയാവ് ഒരു വിശ്വാസിയാണോ? അല്ല, വിശ്വാസിയേക്കാൾ ഉപരി ഒരു ശുശ്രൂഷകനാണ്. അപ്പോ ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിനകത്ത് മറുപടി മുടങ്ങിയാൽ, വിടുതലുകൾ താമസിച്ചാൽ പരിഹാസത്തിന്റെ ആഴം കൂടുമോ കുറയോ? കൂടും. എല്ലാവരും പറയും, ഇത്രത്തോളം പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട്, ശുശ്രൂഷകൻ ദൈവത്തോട് അപേക്ഷിച്ചിട്ട്, ഇത്രത്തോളം കർത്താവിന് വേണ്ടി ഓടിയിട്ട് നിന്നിട്ട്, ഇതുവരെയായിട്ടും ശുശ്രൂഷകന്റെ ജീവിതത്തിനകത്ത് ആത്യന്തികമായ മറുപടി വെളിപ്പെട്ട് വരുന്നില്ല. ഞാൻ പറയുന്ന വാചകമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആത്യന്തികമായ മറുപടി. എന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ പറയാൻ കാര്യമുണ്ട്. ഈ കൂടാരം പ്രാർത്ഥിച്ചിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം. ഈ കൂടാരം പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം നടന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ കൂടാരം ആത്യന്തികമായി പ്രാർത്ഥിക്കുന്ന വിഷയം എന്താ? അവർക്കൊരു തലമുറ ഇല്ലെന്നുള്ള വിഷയമാണ്. ഞാൻ ഈ വിശേഷാലി സ്പെഷ്യൽ മീറ്റിങ്ങിനകത്ത് ഡിസംബർ മാസം 8-ാം തീയതി രാത്രി ദൈവസഭയോട് ആത്മനിറവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ദിവസം സഭ, കുടുംബങ്ങൾ ആത്യന്തികമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. 2024 തിരശീല വീഴാൻ കുറെ ദിവസങ്ങൾ മാത്രം മുമ്പിൽ ഉള്ളപ്പോൾ തന്നെ സഭയോട്, റിജോയ്സ് മിനിസ്ട്രിയോട് പരിശുദ്ധ ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, സഭ ഈ ദിവസങ്ങളിൽ ആത്യന്തികമായി
ഈ വിഷയത്തിനൊരു മറുപടി ഉണ്ടായേ മതിയാകൂ. ഈ വിഷയത്തിന് നീക്കുപോക്ക് വന്നേ മതിയാകൂ. ആ ഭാവി നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ആത്യന്തികമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ചെങ്കണ്ട തീരത്ത് മോശയുടെ വലങ്കയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയണം. കർത്താവേ, 2024 ഡിസംബർ മാസം 8-ാം തീയതിയായപ്പ കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാഗ്ദത്തങ്ങൾ ഞാൻ ഒത്തിരി കേട്ട വ്യക്തിയാണ്. വാഗ്ദത്തങ്ങൾ ഒത്തിരി ഞാൻ കേട്ടു. പക്ഷേ ഇതുവരെയും ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയാതെ ആത്യന്തിക വിഷയത്തിനകത്ത് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ ദിവസം പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോടാ പ്രവചിക്കുന്നേ. നിങ്ങൾ ആത്യന്തികമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഇറങ്ങി വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ആ കൂടാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലയത്തിനകത്ത് ശുശ്രൂഷിപ്പാൻ സക്രിയാവിന് നറുക്ക് വീഴുക. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിന്റെ കാലഘട്ടത്തിലാണ് ശുശ്രൂഷകന്മാരെ 24 കൂറുകളായി തിരിക്കുന്നത്. 24 കൂറുകൾ. 24 കൂറിൽ 8-ാമത്തെ കൂറാണ് അബിയാക്കൂർ. ആ കൂറിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതനാണ് സക്രിയാവ്. ഓരോ കൂറിൽ ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാരുണ്ട്. അപ്പൊ 24 കൂറിൽ ശുശ്രൂഷകന്മാരുടെ എണ്ണം നിങ്ങളൊന്ന് കണക്കാക്കണം. 1-2 പേരൊന്നും അല്ല. 24 കൂറിൽ 10,000-കണക്കിന് ശുശ്രൂഷകന്മാർ അണിനിരക്കുകയാണ്. എല്ലാ ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തിനകത്തൊരു പ്രാർത്ഥന, ദൈവമേ, ആലയത്തിൽ എനിക്ക് ശുശ്രൂഷിപ്പാൻ ഒരു അവസരം ഉണ്ടാകണം. ഭാര്യ പ്രാർത്ഥിക്കും, എന്റെ പ്രിയപ്പെട്ടവൻ ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം ഉണ്ടാകും. മക്കളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, എന്റെ പപ്പയ്ക്ക് ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം ഉണ്ടാകും. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ കാര്യം? ആലയത്തിൽ ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഓഹരി, എന്തെങ്കിലും ഒരു അവകാശം, എന്തെങ്കിലും ഒരു നന്മ കൈപ്പറ്റാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ സക്രിയ പ്രാർത്ഥിച്ച് കാണാം, ദൈവമേ എനിക്ക്. എലിസബത്ത് പ്രാർത്ഥിച്ച് കാണാം, എന്റെ പ്രിയപ്പെട്ടവന് ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ഒരവസരം ഉണ്ടാകും. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ സക്രിയാവിന് നറുക്ക് വീഴുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ സക്രിയാവിന് നറുക്ക് വീണത് അബദ്ധവശാലല്ല. ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ സക്രിയാവിന് അവസരം കിട്ടിയത് ഭാഗ്യവശാല. കേട്ടോ, ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഓർത്തോണം, ഇത് അബദ്ധവശാലെങ്കിൽ നാം കൈവച്ച് കേറിയ രാത്രിയല്ല. ദൈവത്തിന്റെ എന്തോ പദ്ധതി നമ്മിലേക്ക് വെളിപ്പെടാൻ, ദൈവത്തിന്റെ എന്തോ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുവാൻ, ദൈവത്തിന്റെ എന്തോ ചില മറുപടിയുടെ കരം നമ്മുടെ തലമുറയിലേക്ക് അയക്കപ്പെടാൻ ഭാഗ്യവശാൽ ഇന്ന് രാത്രി കർത്താവിനെ യോഗത്തിൽ കൊണ്ടുവന്നതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരവൊന്ന് ഉയർത്തി ആമേൻ പറ. ഇത് അബദ്ധവശാൽ വെച്ച യോഗമല്ല, അല്ലേ? ഇത് അബദ്ധവശാൽ വെച്ചൊരു യോഗമല്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഈ യോഗത്തിൽ സൂമിൽ സന്നിഹിതരായിരിക്കുമ്പോൾ ഓർത്തോണം, ഇത് അബദ്ധവശാൽ അല്ല ഞാൻ ഇന്ന് രാത്രി സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ എന്തോ ഒരു പദ്ധതി എന്നിലേക്ക് വെളിപ്പെടുത്താൻ ദൈവനെ ഭാഗ്യവശാൽ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിലൊന്നും ആകസ്മികങ്ങളില്ല. ഉണ്ടോ? നിങ്ങൾ തലയാട്ടിക്ക്. ദൈവത്തിന്റെ സന്നിധിയിൽ ആകസ്മികങ്ങളുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ യാദൃച്ഛികങ്ങളുണ്ടോ? ഇല്ല. ഇതെല്ലാം നമുക്കാ ഉള്ളേ. ഞാൻ പറയാറില്ലേ, ദാസേ, ഞാൻ യാദൃച്ഛികമായിട്ടാ വന്നേ, ഞാൻ ആകസ്മികമായിട്ടാ വന്നേ. യോഗത്തിനൊക്കെ വരുമ്പോൾ പലപ്പോഴും സാക്ഷ്യത്തിന് സമയം കൊടുക്കുമ്പോൾ ഞാൻ യാദൃച്ഛികമായി വന്നുവെന്നും ആകസ്മികമായി വന്നുവെന്നൊക്കെ നാം പറയാറുള്ളപ്പോ ദൈവത്തിന്റെ നിഘണ്ടുവിൽ അങ്ങനൊരു വാക്കില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ സംഭവിക്കുന്ന മുഴുവൻ ദൈവത്തിന്റെ മുൻപദ്ധതിയാ. കേൾക്കുന്നുണ്ടോ? ഈ ഡിസംബർ മാസം 8-ാം തീയതി രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് ആകസ്മികമായിട്ടല്ല. ദൈവം യുഗങ്ങൾക്ക് പുറകിൽ
ഈ ഭൂമിക്ക് വട്ടം വരയ്ക്കും മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കേണ്ടത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സൂമിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളിവിടെ കൊണ്ടുവന്നത് ഭാഗ്യവശാല. ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിക്കാം, എല്ലാവരും കേട്ടോണം. 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന ശാപം ശിരസിൽ പേറി. ചെറുപ്രായത്തിലെ വിധവയായിരുന്നുള്ള സങ്കടം അകത്തു പേറി. രൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി അങ്ങ് മോബാബിൽ വെച്ച് തന്റെ അമ്മായിമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്റെ ജനം എന്റെ ജനം. മരണത്താൽ അല്ലാതെ നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത് മോബാബിൽ നിന്ന് നവോമിയോട് കൂടെ രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഇറങ്ങിത്തിരിച്ച് ബേത്ലഹേമിൽ എത്തുന്ന സമയത്തെ കുറിച്ച് എന്താ വേദപുസ്തകം പറയുന്നറിയോ? യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ എത്തിയെന്നാണ്. എപ്പോഴാ വന്നേ? യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ. നവോമി ഇറങ്ങിപ്പോയതുപോലെ അല്ല അവിടുത്തെ ഇപ്പോഴത്തെ വയലുകൾ. ഇറങ്ങിപ്പോയപ്പോൾ വയലുകളെല്ലാം കരിഞ്ഞുണങ്ങി അന്തരീക്ഷമായിരുന്നു. ശാപം കുടുംബിരി കൊണ്ടു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇറങ്ങിപ്പോയി തിരിച്ചു സമയത്ത് ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു, ആഹാരം കൊടുത്തു. നിലം കൊയ്ത്തിന് വെളുത്ത് കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? കൊയ്ത്തിന് വെളുത്ത് കിടക്കുമ്പോ രൂത്ത് അബദ്ധവശാൽ ബോവസിന്റെ വയലിൽ ചെന്നാണോ? വേദപുസ്തകം വായിക്കുന്നത് വായൊന്നനക്കി പറഞ്ഞേ, രൂത്ത് അബദ്ധവശാൽ ബോവസിന്റെ വയലിൽ ചെന്നാണോ? അല്ല. വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നു. ധാരാളം വയലുകൾ ചിതറിക്കിടക്കുന്ന ബേത്ലഹേമിൽ രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നിറങ്ങുമ്പോ തന്നെ മോബാബിന്റെ ശാപത്തെ ദൈവം അങ്ങ് അഴിച്ചു മാറ്റി. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പ്രവചിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ കർത്തൃ സന്നിധാനം നിങ്ങൾ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സമസ്ത വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിരിക്കുക. ഞാൻ ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, റിജോയ്സ് മിനിസ്ട്രിയിൽ ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്തൃ സന്നിധാനത്തിൽ വന്ന് ദൈവപാഠമെടുത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമസ്ത വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. സമസ്ത വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾ, നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾ, നിങ്ങളുടെ ശാരീരിക വിഷയങ്ങൾ, നിങ്ങളുടെ മാനസിക വിഷയങ്ങൾ, സമസ്ത വിഷയങ്ങൾ, നിങ്ങളുടെ ദേഹിയിൽ ആത്മാവിൽ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലേക്ക് രൂത്ത് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം അവൾക്ക് കിട്ടിയ അവസരം എന്താ? അവൾക്ക് കിട്ടിയ അവസരം കൊയ്ത്തുകാരുടെ പുറകെ കാലാപെറുക്കൽ. കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കൽ. കാലാപെറുക്കുമ്പോൾ അവൾക്ക് കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്, അല്ലേ? കൊയ്തു കൂട്ടാനല്ല പറയുന്നേ. കൊയ്ത്തുകാർ പോകും, കൊയ്തെടുത്തുകൊണ്ട് പോകും, പക്ഷെ അതിന്റെ പുറകെ നിന്ന് കാല പെറുക്കണം. അപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനം ചെറുതാണ്. പക്ഷെ അതിൽ അവൾ വിശ്വസ്തയോടെ മുൻപോട്ട് ദൃഷ്ടി വെച്ച് അതിങ്ങനെ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അവൾ ഇങ്ങനെ ശ്രേഷ്ഠതയോടെ ദൃഷ്ടി വെച്ച് പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വയൽ ഉടമസ്ഥനായ ബോവസിന്റെ ഒരു കൽപ്പനയുണ്ട്. ഇനി അവൾ പെറുക്കാൻ വരുമ്പോൾ കറ്റകൾ അവൾക്ക് വേണ്ടി വലിച്ചിടണം. കേൾക്കുന്നുണ്ടോ? അവളുടെ സ്ഥിതി മാറുന്നത് കണ്ടേ? കറ്റകൾ അവൾക്ക് വേണ്ടി വലിച്ചിടുകയാണ്. ഇപ്പോൾ അവൾ പെറുക്കിയപ്പോൾ കിട്ടിയ അളവ് വ്യത്യസ്തപ്പെടുകയാണ്. ഒന്നുകൂടെ അളവ് അവിടെ അനുഗ്രഹത്തിന്റെ വർധനം ഉണ്ടാകുകയാണ്. ഇനി 3-ാമത്തെ നിങ്ങൾ വായിച്ചാൽ അവിടെ മടിയിൽ അളന്നു കൊടുത്തു എന്ന. മടിയിൽ ഇപ്പൊ പെറുക്കണ്ട, ഇപ്പൊ കൊയ്ത്തുകാരുടെ പുറകെ പോകണ്ട, അവിടെ മടിയിൽ ബോവസ് അളന്നു കൊടുത്തെന്ന. ഇനി 4-ാം അധ്യായം വായിച്ചാൽ രൂത്ത് വയൽ ഉടമസ്ഥയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലേക്ക് വന്ന രൂത്തിന്റെ ഗതിയെ ദൈവം അത്രത്തോളം തിരിച്ചെങ്കിൽ 2024 ഡിസംബർ മാസം 8-ാം തീയതി കർത്തൃ സന്നിധാനം വന്ന നമ്മുടെ സ്ഥിതിയെ അവൻ തിരിക്കാതിരിക്കുവോ? പറ.
ഹുഡയ സന്തൽ. നാം ഇന്ന് രാത്രി വന്നിരിക്കുന്നത് ബോവസിന്റെ സന്നിധിയിലല്ല, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നരുളി ചെയ്ത ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. യൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നപ്പോൾ ദൈവയുടെ ഗതി അത്രത്തോളം തിരിച്ചെങ്കിൽ ദൈവസന്നിധി വന്നിരിക്കുന്ന നമ്മുടെ ഗതിയെയും അവൻ തിരിക്കാതിരിക്കില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി പറയാൻ കഴിയുന്നുണ്ട്, ഇതെന്റെ ഗതി തിരിയുന്ന രാത്രിയാണ്, എന്റെ ഗതി തിരിയുന്ന. ഓ ഷാല റബ ഖാറ്റാസിയ റമ ശംദൽ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനൊരു പ്രസംഗത്തിന് ഓളം ഉണ്ടാക്കാൻ പറയുകയല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. ഇത് നിന്റെ ഗതി തിരിയുന്ന പ്രാർത്ഥനയാണ്. നിന്റെ ആത്മമണ്ഡലത്തിന്റെ ഗതി ദൈവം തിരിക്കാൻ പോകുകയാണ്. നിന്റെ ഭൗതിക തലത്തിന്റെ ഗതിയെ ദൈവം തിരിക്കാൻ പോകുകയാണ്. നിന്റെ തലമുറയുടെ ഭാവി മേഖലയുടെ ഗതിയെ ദൈവം തിരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യുന്ന രാമേൻ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ ഗതി അത്രമാത്രമാണോ തിരിഞ്ഞേ? അത്രമാത്രമല്ല തിരിഞ്ഞേ. നിങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ, പിന്നീടുള്ള വംശാവലി പട്ടിക വായിച്ചാൽ തുടക്കം എങ്ങനെയാണ്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ വംശാവലിയെ യഹൂദനായ മത്തായി രേഖപ്പെടുത്തുമ്പോൾ ആ വംശാവലി പട്ടികയ്ക്കകത്ത് ചില സ്ത്രീകളുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അതിലൊരു സ്ത്രീയുടെ പേര് രൂത്ത് എന്നാണ്. കേൾക്കുന്നുണ്ടോ? അതിലൊരു സ്ത്രീയുടെ പേര് രൂത്ത് എന്ന. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. പ്രഭുക്കന്മാരുടെ ലിസ്റ്റിൽ, രാജാക്കന്മാരുടെ ലിസ്റ്റിൽ, പ്രസിദ്ധന്മാരുടെ ലിസ്റ്റിൽ, വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റിൽ, ഇനി അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. യേശുവിന്റെ തിരുപ്പിറവിക്ക് ഈ ലോകം സാക്ഷ്യം വഹിക്കുമ്പോൾ യേശുവിന്റെ വല്യമ്മച്ചി എന്ന പദവിയിലേക്ക് ദൈവം രൂത്തിനെ ഉയർത്തിയെങ്കിൽ, ദൈവത്തിന്റെ സ്ഥിതി തിരിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവത്തിന്റെ സ്ഥിതിയെ പൊളിക്കാൻ ആഗ്രഹിച്ചാൽ, ദൈവ സ്ഥിതിയെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ, ലോകം ചിന്തിക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അപ്പുറമാണ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജാതീയ പെൺകുട്ടിയായ ആ 10-ാം തലമുറ പോലും ശാപം ഉള്ള ആ സഹോദരിയെ ഹായ് കൃപയിലേക്ക് കൊണ്ടുവന്ന്, ബോവസിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന്, യേശുവിന്റെ വല്യമ്മച്ചി എന്ന പദവിയിലേക്ക് ദൈവം ഉയർത്തിയെങ്കിൽ, ദൈവം നമ്മുടെ സ്ഥിതി തിരിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം നമ്മുടെ അവസ്ഥകൾ മാറ്റാൻ തീരുമാനിച്ചാൽ, ലോകം ചിന്തിക്കുന്നത് പോലെയല്ല, ലോകം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ ഇന്ന് രാത്രി ആത്മനിയോഗത്താൽ ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക. നിങ്ങളുടെ തലമുറയുടെ സ്ഥിതിയെ ദൈവം മാറ്റാൻ ആഗ്രഹിച്ചാൽ, ലോകം ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. ഇവൻ ഗതി പിടിക്കത്തില്ലെന്നും, ഇവൾ ഗതി പിടിക്കത്തില്ലെന്നും, ഇവൾ മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയും ഇല്ലെന്നും ഒക്കെ പറഞ്ഞ് ലോകം പറഞ്ഞു വെക്കുന്ന അതിർവരമ്പുകളെ പൊട്ടിച്ചായിരിക്കാം ദൈവം നമ്മുടെ സ്ഥിതിയെ തിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രഭാതി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വായ തുറന്നു പറ, ഇതെന്റെ ഗതി തിരിയുന്ന രാത്രിയാണ്, എന്റെ ഗതി തിരിയുന്ന. നിങ്ങളൊരു സൂം മീറ്റിംഗ് ആയിട്ട് ഇന്ന് രാത്രി യോഗത്തെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിങ്ങളുടെ വീടിനകത്ത് വന്നിറങ്ങി സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമായിട്ട് ഏറ്റെടുക്ക്. ഇതിന്റെ ഗതി തിരിയുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നരാമേ. ക്ഷണത്തിലല്ലോ കാര്യം നടന്നത് എന്ന് യെഹെസ്കേയാവും കൂട്ടരും പറഞ്ഞതുപോലെ ക്ഷണത്തിൽ വിടുതൽ നൽകാൻ കരുത്തുള്ള ദൈവം ഒരൊറ്റ രാത്രി കൊണ്ട് ചെങ്കടലിനെ, ഒറ്റ രാത്രി കൊണ്ട് മിസ്രയീമിന്റെ അടിമനുഖത്തിനകത്ത് ഇസ്രായേലിനെ പുറപ്പെടുവിക്കാൻ കരുത്തുള്ള ദൈവം ഒരു പ്രഭാതത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ച് ഒരു വലിയ മഹാസമുദ്രത്തിനെ രണ്ടാക്കി തീർക്കാൻ, രണ്ടാക്കി മാറ്റാൻ കരുത്തുള്ള ദൈവം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഉണക്കവടിയെ തളുത്ത് പൂത്ത് ഫലം കായ്ച്ച് അതിനകത്ത് നിന്ന് മറുപടിയെ പുറപ്പെടുവിക്കാൻ കരുത്തുള്ള ദൈവം. ദൈവത്തിന് സ്ഥിതി തിരിക്കാൻ, ദൈവത്തിന് ഗതി തിരിക്കാൻ മണിക്കൂറുകൾ വേണ്ട, ദൈവത്തിന് ഗതി തിരിക്കാൻ ദിവസങ്ങൾ വേണ്ട, സെക്കൻഡുകൾക്കകത്ത് അവൻ ഗതി തിരിക്കാൻ വിശ്വസ്തനായ. ഞാൻ ചില കുടുംബങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ഇത് നിങ്ങളുടെ ഗതി തിരിയുന്ന പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ റിജോയ്സ് മിനിസ്ട്രിയോട് പരിശുദ്ധമായി ഇന്ന് രാത്രി ഇടപെടുക. ഗതി മാറും, ഗതി മാറും, ഗതി ദൈവം തിരിക്കും. അടകാ ജഗൽക്കമന 2024 അവസാന മാസങ്ങളിൽ നാം എത്തി നിൽക്കുമ്പോൾ ആത്മാവ് ഇടപെടുകയാ. ഒരു പുത്തൻ ഗതിയിലേക്ക്, ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവസഭയുടെ മേഖലയെ ദൈവം തിരിക്കാൻ പോകുകയാ. ആത്മീയ വർധനവുകൾ കൊണ്ട്, ആത്മീയ പോഷണങ്ങൾ കൊണ്ട് വീണ്ടും ദൈവസഭയെ ദൈവം നിറയ്ക്കാൻ പോകുകയാ. വിവിധ ധാന്യങ്ങൾ കൊണ്ട്, വിവിധ നന്മകൾ കൊണ്ട് ദൈവസഭയെ ദൈവം അലങ്കരിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം.
ഇനി കേട്ടോ, സ്തോത്രം. അങ്ങ് മോബാവിൽ വെച്ച് ഓടി വന്നു. ഓർപ്പ എന്ന് പറയുന്ന ഒരു സഹോദരി നവോമി ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ കവിളത്ത് ചുംബിച്ചു. എന്നിട്ട് അവൾ ആ ദേശത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ഒന്നുകൂടെ വ്യക്തമാക്കാം. മോബാവിൽ വെച്ചോടി വന്ന് അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് അവിടെ മുഖത്ത് കവിളത്ത് ചുംബിച്ച ഓർപ്പയുടെ ചരിത്രം അവിടം കൊണ്ട് തീരുമ്പോ തീരുമാനമെടുത്ത് നവോമിയോട് ഇറങ്ങി പുറപ്പെട്ട് ബോവസിന്റെ വയലിൽ ഭാഗ്യവശാൽ വന്ന രൂത്തിന്റെ പേരിൽ ഒരു പുസ്തകത്തെ പുറത്തെടുത്തു. കേൾക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നുകൂടെ വ്യക്തമാക്കുക. ദൈവത്തിന്റെ പദ്ധതിയുള്ള, ദൈവത്തിന്റെ ഹിതമുള്ള, ദൈവത്തിന്റെ ഇടപെടലുള്ള ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലേക്ക് ചെന്ന രൂത്തിന്റെ ഗതി ദൈവം അത്രത്തോളം തിരിച്ചു. മനസ്സിലാവുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് മോബാബിൽ അവൾ കിടന്നു പോയെങ്കിൽ അവരുടെ ചരിത്രം അവിടെ വെച്ച് തീർന്നേനെ. പക്ഷെ ദൈവ തീരുമാനമെടുത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവപാദപീഠത്തിലേക്ക് ഇറങ്ങി വന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നവരുടെ സ്ഥിതിയെ ദൈവം അത്രത്തോളം തിരിച്ചെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ ദൂത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. തീരുമാനമെടുക്കാതെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാതെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു കയറാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുന്നവരുടെ ഗതി അവിടെ തന്നെ തകർന്നു പോകുമ്പോ തീരുമാനമെടുത്ത് പുറത്തു വന്നവരുടെ ഗതി ദൈവം വീണ്ടും തിരിച്ചൊരു പുസ്തകം ദൈവം പുറത്തെടുത്തെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ മുമ്പോട്ട് പോകുന്നവന്റെ, തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്നവന്റെ ഗതിയെ അല്ലെങ്കിൽ ചരിത്രം തീർന്നു പോകുകയല്ല, അവന്റെ ചരിത്രത്തെ ദൈവം വീണ്ടും ഒരു തുടർക്കഥയായി എഴുതാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. നമുക്ക് ബോവസിന്റെ വയലിലേക്ക് രൂത്ത് ഇറങ്ങിച്ചെന്നതുപോലെ സക്രിയാവിന് ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ഒരവസരം ഉണ്ടായി. ആലയത്തിലേക്ക് സക്രിയാവ് കയറുക. ആലയത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ ആരാധനയാണ്. പഴയ നിയമത്തിലെ ആരാധനയിൽ കയ്യിലൊരു ധൂപക്കുറ്റിയുണ്ട്. ധൂപക്കുറ്റിക്കകത്ത് പ്രധാനപ്പെട്ട യാഗവസ്തുവായ യാഗത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളൊന്നായ കുന്തിരിക്കമുണ്ട്. കുന്തിരിക്കം പുകയുന്നുണ്ട്, പുക മേൽപോട്ട് പൊങ്ങുന്നുണ്ട്. താനിപ്പോ നിൽക്കുന്ന സ്ഥലം സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്തിലാണ്. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ 3 വശങ്ങളാണ്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. അത് തന്നെയാണ് ആലയത്തിന്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇപ്പൊ സക്രിയാവ് നിൽക്കുന്നത് പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലത്തിലാണ്. വിശുദ്ധ സ്ഥലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിശുദ്ധത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, വിശുദ്ധ സ്ഥലത്തിൽ 3 ഉപകരണങ്ങളാണ്. 1 കാഴ്ചയപ്പത്തിന്റെ മേശ, 2 കവരനില വിളക്ക്, 3 ധൂപപീഠം. സമാഗമന കൂടാരം എന്ന ബൈബിൾ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതിനകത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ധൂപപീഠത്തെ വ്യാഖ്യാനിക്കുന്നത് പ്രാർത്ഥനയാണ്. കവര നിലവിളക്കിനെ വ്യാഖ്യാനിക്കുന്നത് പരിശുദ്ധാത്മാനുചരണമാണ്. ഇനി കാഴ്ചയപ്പത്തിന്റെ മേശയെ വ്യാഖ്യാനിക്കുന്നത് കൂട്ടായ്മയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. കാഴ്ചയപ്പത്തിന്റെ മേശ കൂട്ടായ്മയെ, കവര നിലവിളക്ക് പരിശുദ്ധാത്മാനുചരണം, ധൂപപീഠം സങ്കീർത്തനം വെച്ചും വെളിപ്പാട് പുസ്തകം ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ധൂപപീഠം, ധൂപവർഗം ഒക്കെ കാണിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ്. അപ്പൊ സക്രിയാവ് എവിടെ നിൽക്കുന്നേ? ധൂപപീഠത്തിന് മുമ്പിലാണ്. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വ്യാഖ്യാനിച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സക്രിയാവ് അകത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാകാരത്തിൽ ജനം മിണ്ടാതിരുന്നു എന്നല്ല, പ്രാകാരത്തിൽ ജനവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അകത്തും പുറത്തും എന്താ പൊങ്ങുന്നേ? പ്രാർത്ഥനയാ പൊങ്ങുന്നേ. അകത്തും പുറത്തും പ്രാർത്ഥന പൊങ്ങുമ്പോൾ ആലയത്തിനകത്ത് എന്താ സംഭവിക്കുന്നേ? സക്രിയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് ഇറങ്ങി നിൽക്കുക. അപ്പൊ അതിനകത്തെ സന്ദേശം എന്താ? സന്ദേശം വ്യക്തമാക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. എവിടെയാണോ പ്രാർത്ഥനയുടെ ധൂപം പൊങ്ങുന്നേ, അവിടെയാണ് മറുപടിയുമായി ദൂതൻ ഇറങ്ങി വരുന്നേ. കേൾക്കുന്നുണ്ടോ? എവിടെയാണോ പ്രാർത്ഥനയുടെ ധൂപം പൊങ്ങുന്നേ, അവിടെയാണ് മറുപടികളുമായി ദൂതൻ ഇറങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുടെ ധൂപം പൊങ്ങുന്നെങ്കിൽ ഓർത്തോണം, മറുപടി പറയാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. യെരൂശലേമിലെ സഭ പ്രാർത്ഥിച്ചാൽ കാരാഗൃഹത്തിനകത്ത് ദൂതൻ ഇറങ്ങും. കേൾക്കുന്നുണ്ടോ?
ഇനി ഒന്നുകൂടെ, ഗതസമനത്തോട്ടത്തിൽ നമ്മുടെ നസറയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് വചനമുണ്ടെങ്കിൽ പുതിയ നിയമത്തിലും പ്രതീക്ഷിക്കാൻ നമുക്ക്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മറുപടി പറയാൻ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ഇറക്കും. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നിന്ന കാഴ്ച കണ്ട് സക്രിയാവ് സന്തോഷിച്ച് ആനന്ദിച്ച് തുള്ളി. നല്ല വചനം. ഈ കാഴ്ച കണ്ട മാത്രയിൽ സക്രിയാവ് ഭ്രമിച്ചു, ഭയപരവശനാണ്. എന്താ സക്രിയ ഭ്രമിക്കാൻ കാര്യം? ഭയപരവശനാകാൻ കാര്യം എന്താ? ദൂതൻ ഇറങ്ങി വന്നതുകൊണ്ട് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്, ആനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ സക്രിയാവ് എന്താ ഭയപ്പെട്ടെ എന്ന സക്രിയാവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ചോദിച്ചാൽ സക്രിയാവ് ഒരു ചരിത്രം നമ്മോട് പറയും. ആ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ ചരിത്രം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സക്രിയാവിന് മുമ്പിലേക്ക് ദൂതൻ വെളിപ്പെട്ടപ്പോൾ സക്രിയാവ് പേടിക്കാൻ കാര്യം എന്താ? പേടിക്കാൻ കാര്യം എന്ന് സക്രിയാവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചാൽ സക്രിയാവ് ഒരു ചരിത്രം പറയും. ചരിത്രം ഇതാണ്. നമുക്കറിയാം, മലാക്കി എഴുതിയ പ്രവചനം എടുക്കേണ്ട, നിങ്ങൾ പ്രസംഗത്തിന് ശേഷം ഒന്ന് പരിശോധിച്ചാൽ മതി. മലാക്കി എഴുതിയ പ്രവചനം 4-ാം അധ്യായം ഒടുവിലത്തെ വാക്യം കഴിഞ്ഞിങ്ങോട്ട് പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ ദൈവശബ്ദം, ഈ 2 ഭാഗങ്ങൾക്കുമിടയിൽ 400 വർഷത്തെ ഇടവേളയുണ്ട്. ഈ 400 വർഷത്തെ വിളിക്കുന്ന പേര് ഇടക്കാല ചരിത്രം, ഇരുണ്ട കാലഘട്ടം, നിശബ്ദ കാലഘട്ടം എന്നാണ്. ഇരുണ്ട കാലഘട്ടം എന്നും നിശബ്ദ കാലഘട്ടം എന്നും വിളിക്കാൻ കാര്യം സൂര്യൻ ഉദിക്കാത്ത കാലഘട്ടം എന്നല്ല. സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കാര്യം ദൈവ സാന്നിധ്യം ആ കാലഘട്ടത്തിലില്ല, ദൈവത്തിന് ഇടപെടലില്ല, ദൈവിക പ്രത്യക്ഷതയില്ല, ദൈവിക അരുളപ്പാടില്ല, ദൈവത്തിന്റെ യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലുമില്ല. ആ കാലഘട്ടത്തെ വേദശാസ്ത്രികൾ വിളിച്ചു ഇരുണ്ട കാലഘട്ടം, നിശബ്ദ കാലഘട്ടം, ഇടക്കാല ചരിത്രം. ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പുസ്തകങ്ങളാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ. തോബിത്തും യൂദിത്തും മക്കാബേരും ഒക്കെ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പുസ്തകമാണ്. അതുകൊണ്ടാണ് അത് കാനോനികമായി അംഗീകരിക്കാഞ്ഞതും നമ്മുടെ ഈ പുസ്തകത്തിൽ തുന്നിച്ചേർക്കാഞ്ഞതും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ഈ 400 വർഷത്തെ വിളിക്കുന്ന പേര് ഇരുണ്ട കാലഘട്ടം എന്നാണ്, നിശബ്ദ കാലഘട്ടം എന്നാണ്, ഇടക്കാല ചരിത്രം എന്നാണ്. ഈ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന, നിശബ്ദ കാലഘട്ടം എന്ന് പറയുന്ന ഈ 400 വർഷമായി ദൈവം ഇടപെടാതെ ഈ 400-ാം വർഷത്തിന്റെ ഒടുവിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതനാണ് സക്രിയാവ്. ഇനി കേട്ടോ നിങ്ങൾ, കഴിഞ്ഞ 400 വർഷമായി വെളിപ്പെടാത്ത ദൈവിക ഇടപെടൽ ആലയത്തിനകത്ത് ദൂതന്റെ പ്രത്യക്ഷതയാൽ പുനരാരംഭിക്കപ്പെട്ടപ്പോ സക്രിയാവ് അങ്ങ് പേടിച്ചുപോയി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 400 വർഷമായി ആലയത്തിനകത്ത് വെളിപ്പെടാത്ത ദൈവിക ഇടപെടൽ സക്രിയാവിന്റെ മുമ്പിൽ ദൂതന്റെ പ്രത്യക്ഷതയാൽ പുനരാരംഭിക്കപ്പെട്ടപ്പോ സക്രിയാവ് അങ്ങ് പേടിച്ചുപോയി. ഇനി അതിനകത്തൊരു ദൂതുണ്ട്, സഭ ഏറ്റെടുക്കണം. 400 വർഷമായി മുടങ്ങിയ ദൈവിക ഇടപെടൽ ദൂതന്റെ പ്രത്യക്ഷതയാൽ ആലയത്തിൽ ദൈവം പുനരാരംഭിച്ചെങ്കിൽ നമ്മുടെ മറുപടി മുടങ്ങിയിട്ട് 400 വർഷമായോ? പറ, നമ്മുടെ വിഷയം മറുപടി മുടങ്ങിയിട്ട് 400 വർഷമായോ? ഇല്ല. 4 മാസമേ ആയിട്ടുള്ളൂ, 4 വർഷമേ ആയിട്ടുള്ളൂ, 40 ദിവസമേ ആയിട്ടുള്ളൂ, 4 ആഴ്ചയായിട്ടുള്ളൂ. 400 വർഷത്തെ മുടക്കത്തെ എന്റെ ദൈവത്തിന് പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ 4 മാസത്തെ 4 വർഷത്തെ മുടക്കത്തെ അവൻ എത്രയധികം പൊട്ടിക്കാം. ഓ ശാലാപാക്ക. ഞാൻ ഈ ദൂത് പറയുമ്പോ തന്നെ ചില മുടക്കങ്ങളെ ദൈവം മടക്കി നൽകാൻ പോകുകയാണ്. മുടങ്ങിയ ചില വിടുതലുകൾ, മുടങ്ങിയ ചില ദൈവിക പദ്ധതികൾ. കമോൺ, വിശ്വസിക്കുന്നെങ്കിൽ രാമൻ പറ. 2024 തുടക്കത്തിൽ വെളിപ്പെടേണ്ട മറുപടി കഴിഞ്ഞ 11 മാസമായി മുടങ്ങിക്കിടക്കുന്നെങ്കിൽ ഈ 12-ാമത്തെ മാസത്തെ ഈ 2-ാമത്തെ ഞായറാഴ്ച പരിശുദ്ധമാം ഇടപെടുകയാണ്. ചില മുടക്കങ്ങളെ ദൈവം മടക്കി നൽകാൻ. ഓ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് അടിച്ചു പറ. ദൈവം എന്റെ തലമുറയ്ക്കകത്തും മുടങ്ങിയ ചില മറുപടികൾ, എന്റെ കുടുംബ ജീവിതത്തിനകത്തും മുടങ്ങിയ ചില മറുപടികൾ, എന്റെ തലമുറയുടെ ഭാവിയെ മുടക്കിയ ചില മേഖലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറി ചില മുടക്കങ്ങളെ ദൈവം മടക്കി നൽകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ നാവ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ചിലരുടെ ആത്മനിറവിൽ പ്രവചിക്കുകട്ടോ, ചില മുടക്കങ്ങളെ ദൈവം മടക്കി നൽകാൻ പോകുകയാണ്. നയൻ പട്ടണത്തിന്റെ വിധവയുടെ മകനെ, ഏകജാതനായ മകനെ ആ വിധവയുടെ കയ്യിലേക്ക് തന്നെ മടക്കി കൊടുത്തതുപോലെ ചില മറുപടികളെ നിങ്ങളുടെ കയ്യിലേക്ക് ജീവനോടെ ദൈവം മടക്കി നൽകാൻ പോകുകയാണ്. ജീവനോടെ മടക്കി നൽകാൻ പോകുകയാണ്. പിശാച് അസ്തമിപ്പിച്ചത്, പിശാച് തകർത്തത്, അതിന് ദൈവം ജീവൻ കൊടുത്ത് ചില മറുപടികൾ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം മടക്കി നൽകാൻ പോകുകയാ. വിശ്വസിക്കുന്നവർക്കായി
ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി ഏറ്റവും ശ്രേഷ്ഠമായ ദൂതിലേക്ക് വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. 400 വർഷമായി മുടങ്ങിയ ദൈവിക ഇടപെടൽ ആലയത്തിനകത്ത് സക്കറിയാവിന് മുമ്പിലേക്ക് പുനരാരംഭിക്കപ്പെട്ടപ്പോ സക്കറിയ പേടിച്ചു പോകും പ്രിയപ്പെട്ടവരെ. 400 വർഷമായി മുടങ്ങിയ ദൂതൻ ആലയത്തിനകത്ത് ഇറങ്ങി വന്നാൽ പേടിക്കും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ നിങ്ങൾ പേടിക്കും. കാരണം അങ്ങനെ ഒരു പ്രത്യക്ഷത നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യക്ഷത പുനരാരംഭിക്കും. സക്കറിയാവൊന്ന് പേടിച്ചുപോയി. ഇനി അടുത്ത ദൂത് പറയാം. പേടിച്ചു ഭയപരവശനായി എല്ലാ മേഖലയിലും അടിമുടി വറച്ച് വെട്ടി വയർത്ത് നിൽക്കുന്ന സക്കറിയാവിന്റെ മുഖത്തേക്ക് നോക്കി ദൂതൻ പറയുന്ന വാക്ക് പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. സക്കറിയാവിന്റെ മുഖത്തേക്ക് നോക്കി ദൂതൻ പറഞ്ഞു, സക്കറിയാവേ ഭയപ്പെടേണ്ട. സക്കറിയാവേ ഭയപ്പെടേണ്ട. നീ ദൈവസന്നിധിയിലെ വന്നിരിക്കുന്നെങ്കിൽ ഭയപ്പെടണ്ട. നീ ദൈവ സാന്നിധ്യത്തോട് അടുത്ത് വന്നിരിക്കുന്നെങ്കിൽ ഭയപ്പെടണ്ട. നീ വന്നിരിക്കുന്ന ആലയത്തിനകത്താണെങ്കിൽ ഭയപ്പെടണ്ട. നീ വന്നിരിക്കുന്ന ഇന്ന് സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഈ ഡിവൈസിലെല്ലാം വന്നിരിക്കുന്ന 22 ഡിവൈസിൽ ഇതിനകത്ത് ആളുകൾ വന്നിട്ടുണ്ട്. പരിശുദ്ധം ഒന്നുകൊണ്ട് പ്രവചിക്കുക, ഭയപ്പെടേണ്ട. ഏതൊക്കെ വിഷയത്തെയോർത്ത ഹൃദയം കലങ്ങിയിരിക്കുന്നേ, ഏതൊക്കെ വിഷയത്തെയോർത്ത ഹൃദയം അമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നാളത്തെ ആ വിഷയത്തെ ഓർത്താണോ, ആ തലമുറയുടെ വിഷയത്തെ ഓർത്താണോ? കർത്താവേ, 8-ാം തീയതിയായി ഇനി ചില ദിവസങ്ങൾ മാത്രമേ 2024 ഞങ്ങൾക്ക് വേണ്ടിയുള്ളൂ. എന്റെ തലമുറയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഭാവി വെളിപ്പെട്ടു വരുമോ? ഭയം അകത്ത് കയറുന്നെങ്കിൽ ആത്മാവ് ഇടപെടുക, കർത്താവിന്റെ പരിശുദ്ധാത്മ ഇടപെടുക. ഭയപ്പെടേണ്ട. ഇത് ഷിജോ പറയുന്ന ദൂതല്ല കേട്ടോ, സണ്ണി അങ്കിൾ പറയുന്ന ദൂതല്ല കേട്ടോ, പ്രസാദ് പാസ്റ്റർ പറയുന്ന ദൂതല്ല കേട്ടോ. സർവശക്തനായ ദൈവം നമ്മുടെ തലയ്ക്ക് മീതെ കരം വെച്ചിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട. വേദപുസ്തകത്തിൽ ഏറ്റവും ആധികാരികമായ ദൈവശബ്ദമാണിത്. ഈ കാലഘട്ടത്തോട് ഇങ്ങനെ സംവദിക്കുന്ന ദൈവശബ്ദമില്ല. ഭയപ്പെടേണ്ട. 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട വാക്യം എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗംഭീരമായ ഒരു വാക്യം എന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്താറുണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ ആ വാക്യം പറയാറുണ്ട്. 41:10 യെശയ്യാവ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കേട്ടോ, ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി റോമൻ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മോസിന്റെ ഏകാന്തിലേക്ക് യോഹന്നാനെ നാടുകടത്തുകയാണ്. യോഹന്നാനെ നാടുകടത്തുമ്പോൾ ഡൊമീഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരൊറ്റ അജണ്ട, ഒരിക്കലും യോഹന്നാൻ പത്മോസ് വിട്ട് പുറത്തു വരരുത്. അവൻ മരണം അവിടെ തന്നെ ആയിരിക്കണമെന്ന് വിചാരിച്ച് ഡൊമീഷ്യൻ പത്മോസിലേക്ക് യോഹന്നാനെ നാടുകടത്തുമ്പോൾ യോഹന്നാൻ പത്മോസിലേക്ക് വീട് സമയം പത്മോസിനെ കുറിച്ച് വേദശാസ്ത്രികൾ പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്, പ്രസംഗ ഭാഷയനുസരിച്ച് ഇങ്ങനെ പറയാം. താനൊന്ന് കണ്ണടച്ചാൽ തന്നെ കൊത്തിപ്പറിക്കുവാൻ കടുകൻ കൂട്ടങ്ങൾ വട്ടം കൂടുന്ന പത്മോസ്, തനിക്ക് മുമ്പായി നാടുകടത്തപ്പെട്ടവരുടെ അസ്ഥിക്കുംഭാരങ്ങൾ ചിതറിക്കിടക്കുന്ന പത്മോസ്, ഈ കടത്തിരമാറുകൾ പാറക്കെട്ടിൽ അടിച്ചുരുന്ന ഹുങ്കാര ശബ്ദമുള്ള പത്മോസ്. ഈ പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് വെളിപ്പാട് പുസ്തകം 1-ാം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനാകുമ്പോ തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ താൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രൂപം എന്താണെന്നറിയോ? തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെളുത്തത്, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോന് സദൃശമുള്ള കാലുള്ളവൻ, അഗ്നി സ്ഫുരിക്കുന്ന കണ്ണുകളുള്ളവൻ, വായിൽ നിന്ന് വാള് പുറപ്പെടുന്നവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചി പോലെ ശബ്ദമുള്ളവൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിവൻ. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ യോഹന്നാൻ മരിച്ചവനെ പോലെയായി യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ടവന്റെ കാൽക്കൽ വീടുമ്പോൾ തേജസ്കരിക്കപ്പെട്ടവൻ തന്റെ വലങ്കൈ യോഹന്നാനെ വെച്ചു. കേട്ടോ, യോഹന്നാന്റെ മേൽ തേജസ്കരിക്കപ്പെട്ടവൻ വലം കൈ വെച്ചിട്ട് യോഹന്നാന്റെ വിറങ്കലിച്ചു നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി പറയുന്ന വാക്ക്, യോഹന്നാനെ ഭയപ്പെടേണ്ട. കേട്ടോ, നിങ്ങൾ ആ ദൂത് കേട്ടോ? യോഹന്നാനെ ഭയപ്പെടേണ്ട. അടുത്ത വാക്യ ശ്രദ്ധേയമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. എന്താ വാക്കിന്റെ അർത്ഥം? യോഹന്നാനെ, ഞാൻ തുടക്കം മാത്രമല്ല, ഞാൻ ഒടുക്കം കൂടെയാണ്. യോഹന്നാനെ, ഞാൻ തുടങ്ങുന്ന ദൈവം മാത്രമല്ല, ഞാൻ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഞാൻ തുടക്കമിടുന്ന ദൈവം മാത്രമല്ല, ഞാൻ ആ വാഗ്ദത്തങ്ങൾക്ക് തുടക്കമിടുന്ന ദൈവം മാത്രമല്ല, വാഗ്ദത്തം സമാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. എന്റെ ദൈവത്തിന്റെ ഒരു പേര്, അവൻ സമാപ്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സന്തോഷമുണ്ടെങ്കിൽ രാമൻ പറ. അവൻ സ്വന്തം മൂലക്കല്ലിടുന്ന ദൈവം മാത്രമല്ല, അവൻ ആണിക്കല്ല് കയറ്റുന്ന ദൈവമാണ്.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ തലമുറയ്ക്കകത്ത്, എന്റെ കുടുംബജീവിതത്തിനകത്ത്, എന്റെ ഭാവി വിഷയത്തിനകത്ത് അവൻ തുടക്കമിടുന്ന ദൈവം മാത്രമല്ല, അവൻ ഒടുക്കം കൽപ്പിക്കുന്ന ദൈവമാണ്. അടുത്തത് യോഹന്നാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്കറിയാമെങ്കിൽ ചേർന്ന വാക്യം പറ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കേൾക്കുന്നുണ്ടോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഡൊമീഷ്യന്റെ കയ്യിൽ നിന്നാണോ? റോമൻ അധികാരിയുടെ കയ്യിൽ നിന്നാണോ? സാത്താന്റെ കയ്യിൽ നിന്നാണോ? അല്ല. ദേശാധിപതിയുടെ കയ്യിൽ നിന്നാണോ? രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവിന്റെ കയ്യിൽ നിന്നാണോ? അല്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നിന്റെ വലം കൈയിൽ പിടിച്ചവന്റെ കയ്യിലാണ്. 2024 ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധമ ധൈര്യപ്പെടുത്തുകയാ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഡോക്ടേഴ്സിന്റെ കയ്യിലല്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ കയ്യിലല്ല. നിന്റെ ഭാവിയുടെ താക്കോൽ, നിന്റെ ഭാവിയുടെ താക്കോൽ നിന്റെ മരണമെന്നാണ്. നീ എന്ന് വരെ ജീവിക്കും എന്ന് തീരുമാനിക്കുന്നത് പിശാചല്ല, പോരാട്ടമല്ല, വൈരിയല്ല. നിനക്ക് വേണ്ടി കാൽവറിയിൽ മുഴുചുടു നീളവും നിനക്ക് വേണ്ടി ഒഴുക്കിയ നസ്രയനാണ് നിന്റെ ഭാവി സഭയുടെ ഭാവി തീരുമാനിക്കുന്നത് പോരാട്ടങ്ങളല്ല. സഭയുടെ ഭാവി തീരുമാനിക്കുന്നത് പാതാള ഗോപുരങ്ങളല്ല. സഭയുടെ ഭാവി തീരുമാനിക്കുന്നത് സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവനാ. വാ തുറന്ന് കരമുയർത്തി വിളിച്ചു പറ, എന്റെ തലമുറയുടെ ഭാവി തീരുമാനിക്കുന്നത് എന്റെ ദൈവമാണ്. എന്റെ കുടുംബത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് എന്റെ ദൈവമാണ്. എന്റെ സാമ്പത്തിക മേഖലയുടെ ഭാവി തീരുമാനിക്കുന്നത് എന്റെ ദൈവമാണ്. വാ തുറന്ന് ശബ്ദം ഉയർത്തി പ്രതികരിക്കാൻ കഴിവുള്ളവർ ചേർന്ന് പ്രതികരിക്കാൻ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ സാമ്പത്തിക ക്രൈസിസുകളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിയൊരാമീൻ പറഞ്ഞാട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സഹസ്തം യോഹന്നാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം പ്രാപിച്ചത്. ഡൊമീഷ്യൻ കൊല്ലാൻ കൊണ്ടാണ് ഇതാ സ്വന്തം ഈ പത്മോസിൽ കൊണ്ട് തള്ളുന്നത്. പക്ഷെ ദൈവനെ സ്വാഭാവിക മരണത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പിശാചിന്റെ പദ്ധതി അല്ല ജയിക്കുന്നേ, ദൈവത്തിന്റെ പദ്ധതി ജയിക്കും, ദൈവത്തിന്റെ പദ്ധതി നടക്കും. സന്തോഷത്തോടെ ഒരു അമ്മൻ പറഞ്ഞ് ഞാൻ ഈ വാക്കുകളെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. സക്രിയാവെ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇതാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് അടുത്ത് പറയുന്ന ഏറ്റവും വിലപ്പെട്ട സന്ദേശം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുമെന്നല്ല, ആകുമായിരിക്കുമെന്നല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എല്ലാ കണ്ണും അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസൻ എനിക്ക് അനുവദിച്ച സമയത്ത് 2 മിനിറ്റ് കൂടി എങ്കിലും ഒന്ന് കണ്ണടച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പ്രവചിക്കുക കേട്ടോ. എന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി. ആ വചനം കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരമാകും എന്നല്ല, ആകുമായിരിക്കുമെന്നല്ല. ഈ ഡിസംബർ മാസം 8-ാം തീയതി ഇവിടുത്തെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഇപ്പൊ 11:35 നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് പരിശുദ്ധമ വിടപെടുക. കാലം നീണ്ടുപോകും, ദർശനമൊക്കാതെ വരും എന്ന പഴഞ്ചൊല്ലിനെ ദൈവം നിർത്തലാക്കി ചില മറുപടികളെ നിങ്ങളോട് ചേർത്ത് കണക്ട് ചെയ്തൊരു വെളിപ്പാട് ദൈവാത്മാവിനെ വ്യക്തമായി കാണിക്കും. അടകം മരകച്ചസി അർത്ഥനേ ചകൽക്കടാദിയാന് ഇരമ്യാ പ്രവാചക പുസ്തകം 32:26-27 വാക്യം. ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവം നിങ്ങളോട് ചോദിക്കുക, എനിക്ക് കഴിയാത്ത വല്ല ഷിജോ എന്ന് ചോദിക്കുന്നേ, ദൈവം ചോദിക്കുക, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കും. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോ ചില പ്രതിസന്ധിയുടെ മൂടുപടങ്ങളെ ദൈവം നിങ്ങളൊന്ന് പൊട്ടിക്കുന്ന ഒരു വെളിപ്പാട് കർത്താവിനെ കാണിക്കും. അടുത്തൊരു സ്റ്റെപ്പ്, ഒരു കാൽച്ചുവടനെ കർത്താവ് കാണിക്കുന്നു. അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു മറുപടിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ഒരു വെളിപ്പാട് ദൈവനെ കാണിക്കുന്നു. തടസ്സങ്ങൾ ദൈവം പൊളിക്കുക. അടമ്മ തന്നെ ഹസിയ. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾ ഈ യോഗത്തിൽ കൊണ്ടുവന്നതാണ്. ദൈവ യോഗത്തിൽ നിങ്ങൾ ഈ ദൂത് കേൾപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. പുറകിലേക്ക് പോകണ്ട, അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉന്നതികളിൽ ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമെന്ന്
പരിശുദ്ധാത്മാവ് പ്രവചിക്കുക, ശക്തമായിട്ട് ഏറ്റെടുക്കാൻ ദൈവാത്മാവിന്റെ ദൂത് അടകം വരകറ്റി വാദച്ചുടി മങ്കക്കരാതി ശുഭാലവസിയാൻ ബത്തേൽ ഒരു ആന്റിയെ എനിക്ക് ഇവിടുന്ന് കാണാം. കർത്താവിന്റെ ദാസി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുക. ഭയപ്പെടുന്ന ദൈവാത്മാവ് ദൂത് പറയുന്നു. ചില വാഗ്ദത്തങ്ങൾക്ക് നിവർത്തി വരാൻ പോവാ, നിവർത്തി വരാൻ പോവാ. ചില മറുപടികളുടെ നിവർത്തിയിലേക്ക് കുടുംബത്തിനകത്ത് ചിലർ കയറുന്ന ഒരു വെളിപ്പാട് കർത്താവിനെ കാണിക്കുന്നു. അടമത്തുനി അംസൽ കടാചന ഹർക്കത്തലാസിയാന ഹർത്തിനി ചബൽക്കമന ഒരു മതില് പൊളിഞ്ഞ് അടുത്തൊരു മേഖലയിലേക്ക് ദൈവം കുടുംബത്തിനകത്ത് ചില മറുപടികൾ കയറുന്ന ഒരു വെളിപ്പാട് ദൈവനെ കാണിക്കുന്നു. എനിക്കറിയില്ല, കർത്താവിന്റെ ആത്മാവോട് പറയുന്നു, ഹടകച്ചസി അന്തൽക്കമന ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും? ഞാൻ അനന്യനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹടകച്ചസി ധൂപം കാട്ടിക്കൊണ്ടിരുന്ന സക്കറിയാവിന്റെ മുമ്പിലേക്ക് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, സക്കറിയാവെ ഭയപ്പെടേണ്ട, ആവി ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. പത്മോസിന്റെ ഏകാന്ത യോഹന്നാൻ മുമ്പിൽ ഇറങ്ങിവെന്ന് പറഞ്ഞു, ജീവനും മരണവും ഞാനാണ് തീരുമാനിക്കുന്നത്. ഡൊമീഷ്യൻ ഒരുപക്ഷെ തള്ളിക്കളയാൻ പത്മോസിലേക്ക്, ഒരുപക്ഷെ നാട് കടത്താൻ പത്മോസിലേക്ക്, പക്ഷെ ഭാവി എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി എന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ദൈവദാസി പരിശുദ്ധാത്മാവോട് ശക്തമായിട്ട് പറയും. ദൈവ ദിവസങ്ങളിൽ അത്ഭുതകരമായ ചില മറുപടികൾ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്ന ഒരു വെളിപ്പാട് എന്നെ കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രി അവർ പറയുന്നു, പല ഒലച്ചിലുകളും ജീവിതത്തിനകത്ത് വന്നു, പല പ്രതിസന്ധികളും ജീവിതത്തിനകത്ത് വന്നു, നിൽക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു. പക്ഷേ അവിടെ ഞാൻ നിങ്ങളെ നിർത്തിയ ദൈവമാണ്, ഇത്രത്തോളം കരം പിടിച്ച് നടത്തിയ ദൈവമാണ്, ഇനിയും ഞാൻ നടത്താൻ വിശ്വസ്തനെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര ദൈവമഹത്വം കത്തുൽദാസിയുടെ മേൽ ഇറങ്ങി വരുന്നു. പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ദൂത് പറയുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് റിജേഴ്സ് മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രിയ സംഘങ്ങളിലായിട്ട് പ്രാർത്ഥിക്കുന്നു, മിനിസ്ട്രിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കുടിവരവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ കൂടുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമായി മാറണമേ. അവരുടെ ആത്മീയ ജീവിതത്തിനകത്തിന് ഭയങ്കര കെട്ടുമണിക്ക്, ഒരു ധൈര്യത്തിന് ഈ സന്ദേശം കാരണമാകണമേ. ഇപ്പോൾ അവരെ അലട്ടുന്ന പ്രതിസന്ധികളല്ല, അവരുടെ ഭാവി നിശ്ചയിക്കുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എല്ലാവരെയും കർത്താവ് നയിക്കണമേ. പ്രസാദ് പാസ്റ്ററെ അനുഗ്രഹിക്കണമേ, കർത്തൃദാസിയെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദൂത് എല്ലാവർക്കും വിടുതലായി അനുഗ്രഹമായി കർത്താവ് മാറ്റണമേ. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ ക്ഷണിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കണം ഓർക്കുമ്പോൾ എല്ലാവർക്കും നന്ദി. വിശേഷിച്ച് റിജോസ് മിനിസ്ട്രിക്ക് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.